Hi friends, Cook with Asha Nair എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രെഡ് ക്രംസിന്റെ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇച്ചിരി ലേറ്റ് ആയി. നമ്മൾ കട്ട്ലറ്റിന്റെ റെസിപ്പി ഇട്ടപ്പോഴത്തേക്ക് പറഞ്ഞതായിരുന്നു. അപ്പം ബ്രെഡ് ക്രംസിന്റെ റെസിപ്പിയിൽ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനെന്നുള്ളത് ഞാൻ ഒരു ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതല്ല വറുത്ത് നമുക്ക് കുറേശ്ശെ കിട്ടുന്ന നമ്മളെ ബ്രെഡ്സിന്റെ സ്ലൈസ് എങ്ങനെ ഇത് സ്റ്റോർ എങ്ങനെ നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ബ്രെഡ് ക്രം ഉണ്ടാക്കിയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു. ഇത് ഞാനാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുട്ടിയൊക്കെ സാൻഡ്വിച്ച് അല്ലെങ്കിൽ നമ്മൾ ജാം ഒക്കെ പുരട്ടി കൊടുക്കുമ്പോൾ അവർ സൈഡ് കഴിക്കത്തില്ലല്ലോ, അതങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ ബാക്കി വരുന്നതും പിന്നെ ബ്രെഡിന്റെ പാക്കറ്റ് മുകളിൽ പിന്നെ താഴെയും ഇങ്ങനെ 2 ബ്രെഡിന്റെ സ്ലൈസസ് വരും. ഇത് നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് തന്നെ പെർ പാക്കറ്റിൽ വരുന്നത് വെച്ച് തന്നെ നമുക്ക് അങ്ങനെ കുറേശ്ശെ വരുന്നതിന് നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് കണ്ടില്ലേ എത്ര തരിതരിപ്പായിട്ട് ഇതിനെ നമുക്ക് പൊടിച്ച് ഇതിനെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത്. അതല്ല പെട്ടെന്ന് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്ന് തോന്നി ഒരു 4-5 ബ്രെഡ് ഇരിക്കുന്നെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ക്രംസ് ആക്കിയിട്ട് അത് അല്ലാതെ നമുക്ക് വറുത്ത് വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് ഇങ്ങനെ നമ്മളിങ്ങനെ മുറിക്കുന്നതൊന്നും കളയാതെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിന് ആവശ്യമുള്ളത് ഇപ്പൊ ഒരു ദിവസത്തെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി നമുക്ക് കട്ട്ലറ്റ് ഒരു 4-5 ബ്രെഡ് എടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ ബാക്കി വരുന്നത് കൂട്ടി ഒരാഴ്ചക്ക് ഉള്ളതിന് ഒരുമിച്ചായാലും നമുക്ക് സമയം കിട്ടുമ്പോൾ പൊടിച്ചു വെക്കാൻ പറ്റും. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് അപ്പോഴും തന്നെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടാൽ മതി. ഇത് ഹാർഡല്ലേ, മുകളിലും താഴെതും ഇതിനെല്ലാം ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് അതിനൊന്ന് പൊടിച്ച് അത് അപ്പോഴും തന്നെ ഉള്ള യൂസിനാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ല എന്ന് നമുക്ക് അതിനെ പൊടിച്ച് അപ്പോഴും തന്നെ നമുക്കതിനെ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ ബ്രെഡ് ആണ്. നമുക്കത് വൈറ്റ് ബ്രെഡും അത് ഇതേ സെയിം ഇതിൽ തന്നെ നമുക്ക് ചെയ്താൽ മതി. പക്ഷെ അത് നമുക്ക് വറക്കുന്ന ഇതില് കളർ ഇതിപ്പോ നല്ല ബ്രൗൺ കളറല്ല, അതിന്റെ കളർ അത്ര ബ്രൗൺ ആവത്തില്ല. അത് കുറച്ചുകൂടെ ഇതാണ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്ന ആ ഒരു ഇതല്ലേ. നമ്മളെ ബ്രെഡ് ക്രംസ് റെഡി ആയത്. നമുക്ക് ഇത് ഇപ്പം ഇൻസ്റ്റന്റ് യൂസിനാണെങ്കിൽ ഇത് തന്നെ നമുക്ക് കട്ട്ലറ്റിട്ട് കുഴയ്ക്കാനും പിന്നെ അതല്ല ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൽ പുറത്ത് കോട്ടിങ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതിനിപ്പോ വറക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ല കുറേശ്ശെയാണ് നമ്മൾ ഇതുപോലെ നമുക്ക് ബാക്കി വരുന്നത് സൈഡ് മുറിച്ചതും മുകളിലത്തതും താഴത്തും നമുക്ക് ഒരാഴ്ചയൊക്കെ എടുക്കുന്നതിന് ഇതുപോലെ കുറേശ്ശെ വറുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇതിന്റെ വറക്കുന്ന ഇതെങ്ങനെയാന്ന് ഉള്ളത് ഞാൻ അതും കൂടെ കാണിച്ചു തരാനാക്കി. ഇപ്പൊ കണ്ടില്ല ഇത്രയും അമൗണ്ട് ഇതിൻ്റെതുണ്ട്. പക്ഷെ വറുത്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ അരിപ്പൊടി എങ്ങനെയാണോ വറക്കുന്നത് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ അരിമാവ് വറുത്തെടുക്കുന്നത് പോലെ സ്ലിമ്മിലിട്ട് ബ്രെഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ആണെങ്കിൽ കരിഞ്ഞു പോകാനാണ്. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. നമ്മള് വീട്ടിലൊക്കെ അരിമാവ് പെട്ടെന്ന് കുതിർത്തി വാരി പൊടിക്കുമ്പോൾ അതിൽ മോയ്സ്ചർ കണ്ടന്റ് അല്ല, അതുപോലെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ സ്ലിമ്മിലിട്ട് തന്നെ വറുത്തെടുക്കണം. ഇത് വറുത്തെന്ന് അറിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് അതിങ്ങനെ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നല്ല തരിതരിപ്പ് പൊടിഞ്ഞ് വരണം. ഇപ്പൊ ഇത് നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കുമല്ലേ. അപ്പൊ സ്ലിമ്മിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേണം കേട്ടോ. അത് നമ്മൾ അടുത്ത് നിന്നാണെങ്കിൽ നമ്മൾ അതിനെ ഇളക്കി തന്നെ നമുക്കത് 2-3 മിനിറ്റിനകത്ത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം സ്ലിമ്മിലാക്കിയിട്ട് വേറെ പണിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേണം. കണ്ടില്ല നനവുള്ള പിന്നെ ഇത്രയും അമൗണ്ട് ഉണ്ട്. പിന്നെ ഇത് നല്ല വറുത്തിട്ടുണ്ടെന്ന് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അമൗണ്ട് കുറച്ച് അത് ചുരുങ്ങും. അപ്പൊ അതും അതിന്റെ ഒരു ഇതാണ്. പിന്നെ കാണിച്ചു തരാം എങ്ങനെ. 2 മിനിറ്റായി ഞാൻ ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് ചെയ്യുകയാണ്. അത് 2 മിനിറ്റ്സിൽ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഇപ്പൊ നല്ല കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 2 മിനിറ്റും കൂടെ മതിയായിരിക്കും കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിക്കോ അത് വറുത്ത് കൊടുക്കാം. കണ്ടില്ലേ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ടാണ് ഇത്രയും കളർ. നമ്മൾ വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ അങ്ങനെയല്ല. പക്ഷെ രണ്ടും അത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാനല്ല, അപ്പൊ കളറിന്റെ ആ ഒരു ഡിഫറൻസസ് ഒന്നും വരത്തില്ല കേട്ടോ. നമ്മള് കട്ട്ലേറ്റ്സിനൊക്കെ ആണെങ്കിലും നമ്മളല്ലാതെ എന്തെങ്കിലും സ്നാക്സിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇതുപോലെ നമുക്ക് വറുത്ത് വെച്ചാൽ സ്റ്റോർ ചെയ്യാം. അതല്ല അപ്പോഴും തന്നെ പൊടിച്ചതാണെങ്കിൽ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാം. പിന്നെ കണ്ടില്ലേ ഈ ഒരു സൗണ്ട് ഇത് ആയാൽ നമ്മൾ ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പൊ ഇത് നമ്മളെ ബ്രെഡ് ക്രംസ് നമ്മളായിട്ടുണ്ട്. അപ്പൊ നമ്മള് കട്ട്ലറ്റ്സിന്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് യൂസ് ചെയ്യണം. അപ്പം കുക്ക് വിത്ത് ആശ നായറിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.